നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചെന്നൈ വേഴ്സസ് LSG രണ്ടാമത്തെ മത്സരം ഈ സീസണിൽ നടക്കാനായിട്ട് പോകുന്നതാണ്. ചെന്നൈയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച്, പ്രത്യേകിച്ചും ടോപ്പിലുള്ള ടീമുകളുടെ മത്സരങ്ങൾ കടുക്കുന്നതോടുകൂടി ചെന്നൈയെ സംബന്ധിച്ച് ഈ മാച്ച് ജയിച്ചേ തീരത്തുള്ളൂ. LSGയെ സംബന്ധിച്ച് ഓൾറെഡി കഴിഞ്ഞ കഥയാണെങ്കിൽ പോലും ചെന്നൈക്ക് ഇട്ടൊരു പണി കൊടുക്കാനായിട്ട് LSGക്ക് തീർച്ചയായിട്ടും സാധിക്കും. നേരത്തെ LSG CSK മാച്ച് നടന്നപ്പോഴത്തേക്ക് CSK ജയിച്ചിരുന്നു. അത് CSKയുടെ ഹോം ഗ്രൗണ്ടിനാണെങ്കിൽ ഈ മാച്ച് നടക്കുന്നത് LSGയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഏക്കാനയിലാണ്. അരുൺ ബ്രോ, വെൽക്കം ടു ദ ഷോ. എന്താണ് ഗ്രൗണ്ടിന്റെ കണ്ടീഷൻസ്? ഈ ചെന്നൈയുടെ സ്ഥിതി എന്താണ്? എനിക്കതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലൈക്കോ സബ്സ്ക്രിപ്ഷനോ ഒരു ആക്ടിവിറ്റി ഉണ്ടിരുന്നെങ്കിൽ നമുക്കിനി മുമ്പോട്ടുള്ള യാത്രയിൽ അതൊരു വലിയ ഹെൽപ്പായേനെ. ബാക്ക് ടു ക്രിക്കറ്റ് ഏകനായി എന്ന് പറയുന്നത് ഒരു ഹൈലി സ്കോറിംഗ് ഗെയിം ഉണ്ടായിട്ട് ഇല്ല അവിടെ റീസെൻ്റ്ലി. ഒരു 220+ ഒന്നും ഞാൻ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ കളിയാണെങ്കിൽ RCB LSG കളിച്ചപ്പോൾ രണ്ടുപേരും 200+ സ്കോർ ചെയ്തു. അപ്പോൾ ഒരു 210 മേ ബി ഒരു വിന്നിംഗ് സ്കോറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, നന്നായിട്ട് ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫേസിൽ വിക്കറ്റ് കളയുന്ന ആരാണോ അവരാണ് ആ കളി തോക്കാറുള്ളത്. അപ്പോൾ 1-6 അവിടെ 21 വിക്കറ്റും 7-14 14 വിക്കറ്റും 15-20 ഓവേഴ്സിൽ 24 വിക്കറ്റും എന്നുള്ള രീതിയിലാണ് ഇതുവരെ വീണിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് മിഡിൽ ഫേസസിൽ ആര് വിക്കറ്റ് കുറയിച്ചു കളയുന്നോ അവരെ അവിടെ ജയിച്ചിട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ 48 വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല അസിസ്റ്റൻസ് കിട്ടുന്ന പിച്ചാണ്. പക്ഷേ 14 വിക്കറ്റ് മാത്രമേ സ്പിന്നേഴ്സ് എടുത്തിട്ടുള്ളൂ. ആ സ്പിന്നേഴ്സ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ റിസ്റ്റ് സ്പിന്നേഴ്സ് അല്ല വിക്കറ്റ് എടുത്തിരിക്കുന്നത്. 90% ഓഫ് ദ വിക്കറ്റ്സ് ആർ ടേക്കൺ ബൈ ഫിംഗർ സ്പിന്നേഴ്സ് എന്നുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മിഡിൽ ഫേസും എങ്ങനെ ഫാസ്റ്റ് ബോളേഴ്സിനെ യൂസ് ചെയ്യുന്നു, അത് പ്യൂർലി ഒരു ടീമിൻ്റെ വിജയപരാജയം ഡിസൈസീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഓവർട്ടന്റെ കാര്യത്തിലാണ്. ഓവർട്ടൺ മിക്കവാറും അവൈലബിൾ, ഈ മാച്ചിൽ എന്തായാലും അവൈലബിൾ ആവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മുന്നോട്ടുള്ള കളിയിലെ കാര്യം സംശയമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. റൂൾഡ് ഔട്ട് ആണെന്നുള്ള രീതിയിലും സംസാരം കേൾക്കുന്നുണ്ട്. എന്താണ് ഓവർട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ ചെന്നൈ എങ്ങനെ പിടിച്ചു നിൽക്കും? അത് വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സീസണിൽ ഓവർട്ടൺ എന്ന് പറയുന്നത്. ഈവൻ കഴിഞ്ഞ തവണ അവർ കളിച്ചപ്പോൾ പോലും LSG 203 അടിച്ചു, മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ CSK 208 അടിച്ചു. അന്ന് ഇന്നീസ് 85 തിരിച്ച് ഉർവിൽ പട്ടേൽ 65 23 പന്തിൽ, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഉർവിൽ പട്ടേലിൻ്റെ ഇന്നിങ്സ്. അന്ന് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഓർട്ടൻ്റെ സൈഡിൽ നിന്നാണ്. സൈലൻ്റ് ആയിട്ട് പുള്ളി വന്ന് മാൻ ഓഫ് ദി മാച്ച് മേടിച്ചിട്ട് പോയി. 4 ഓവറിൽ 36 റണ്ണിന് 3 വിക്കറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തിരുന്നു. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റിൽ മിഡിൽ ഫേസിൽ ചെന്നൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്ന ഫാസ്റ്റ് ബോളറായിട്ട് മാറിയ ഒരാളാണ് ഓർട്ടൺ. ഓർട്ടണിൻ്റെ എക്സ്ക്ലൂഷൻ എങ്ങനെ ആരെ വെച്ച് ഇവരെ നികത്തും എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ച് വലിയൊരു പ്രഹരമായിട്ടിരിക്കുന്നത്. അതിപ്പോൾ റിവേഴ്സിന് വന്നപ്പോൾ ഇഞ്ചുറി വന്നപ്പോൾ പറ്റിയ കൂട്ടല്ല, മാത്രയ്ക്ക് ഇഞ്ചുറി വന്നപ്പോൾ പറ്റിയത് കൂട്ടല്ല, ധോണിക്ക് ഇഞ്ചുറി വന്നപ്പോൾ പറ്റിയത് കൂട്ടല്ല. ഇതിനൊരു റീപ്ലേസ്മെൻ്റ് അവരുടെ കയ്യിൽ ഇല്ല. മാത്രയ്ക്ക് പറ്റിയപ്പോൾ ഉർവിൽ പട്ടേൽ ഉണ്ടായിരുന്നു, ബ്രിവിസ് വന്നപ്പം മാത്യു ഷോട്ടിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ ധോണി ഇല്ലാത്തപ്പോൾ പ്രശാന്ത് വീറിനെ കൊണ്ട് മാനേജ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല, ഓർട്ടൺ ഇല്ലാത്ത ഒരു കേസ് അതുവരെ ഹെവി ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഓട്ടൺ ഇത് കൊടുത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാച്ചിന്റെ റിവ്യൂവിലും ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഈവൻ ബ്രാവോയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ചെന്നൈക്ക് ഒത്ത് കിട്ടിയ ഒരു പ്ലെയറിന് വരെ ആ ലെവലിൽ വരെ നമ്മൾ പറഞ്ഞു. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സീസണിൽ ആ രീതിയിലാണ് ഓട്ടൺ. ഒട്ടും പ്രതീക്ഷയില്ല ഓട്ടൺ ആസ് എ ബോളർ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം. ഇംഗ്ലണ്ടിന് പോലും ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി ഒരു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ. സോ ആ ഒരു നഷ്ടം നേട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കളിയിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കാർത്തിക് ശർമ്മ ആൻഡ് പ്രശാന്ത് വീർ ഒരുമിച്ച് കളിക്കണോ, അവിടെ സർഫറാസ് ഖാൻ വരണോ എന്നുള്ള ഡിബേറ്റ് വീണ്ടും അവിടെ അങ്ങനെ നിലനിൽക്കുകയാണ്. സോ ആ ഒരു കാര്യത്തിൽ എന്താണ് നമ്മൾ കാർത്തിക് ശർമ്മയ്ക്ക് വരെ മിക്കവാറും ഇവർ സർഫറാസ് ഖാനെ കളിപ്പിക്കുമോ? എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഓർട്ടണും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ബാറ്റിങ്ങിൽ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമില്ലേ? അതെ, ഓർട്ടണോട് ഇല്ലാത്ത രീതിയിൽ ടോട്ടൽ അഴിച്ചുപണി വേണ്ടി വരും. ഒരു പ്ലെയറിനെ കൊണ്ട് അവർ റീപ്ലേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂസിലാൻഡിൻ്റെ ഒരു ഓൾറൗണ്ടർ ഉണ്ടല്ലോ, സക്രി ഫ്ലോക്സ്, എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. സാക് ഫ്രോക്സ് അതാണ്. പുള്ളിയെ കൊണ്ട് മാറ്റാവുന്നതാണ്. പക്ഷെ പുള്ളി ഇല്ല, അതല്ല അവരെ കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ അഴിച്ചുപണി ഈ ടീമിൽ വേണ്ടി വരും. പിന്നെ പേസ് ആൻഡ് ബൗൺസ് ഉള്ള പിച്ചസിൽ, നല്ല ക്യാരി ഉള്ള പിച്ചസിൽ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും റീസെൻ്റ്ലി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോഴും അല്ലെ ബോൾ ഫേസിൽ നോക്കുമ്പോഴും കാണുന്നത്. അതിലെല്ലാം ഉപരി അവിടെ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ അല്ലെ മിഡിൽ ഓർഡർ എന്ന് പറയുന്ന 4 പേരും ഈ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ ഋതുരാജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഋതുരാജ് ആണെങ്കിൽ 11 ഇന്നിങ്സിൽ നിന്ന് 230 കണ്ട് റൺ അടിച്ചിട്ടുള്ളൂ. അതും അത്യാവശ്യം നല്ല ബോൾ കൺസ്യൂം ചെയ്തുകൊണ്ടാണ്. 124 ഉള്ളൂ സ്ട്രൈക്ക് റേറ്റ് പുള്ളിയുടെ. 274 മറ്റോ സ്കോറ്, 124 സ്ട്രൈക്ക് റേറ്റിൽ. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം സ്ട്രൈക്ക് റേറ്റ് മാത്രം എന്നല്ല, ബോൾസ് പെർ ബൗണ്ടറി എന്ന് പറഞ്ഞൊരു പാരാമീറ്ററിലാണ് എല്ലാവരുടെയും ഇമ്പാക്റ്റ് T20 അളക്കുന്നത്. അത് നോക്കുവാണെങ്കിൽ 6.6 ആണ്. അത് വളരെ മോശമാണ്. അതായത് ഒരു ഓവർ എന്ന് പറയുന്നത് 6 ബോളിൽ പോലും ഒരു ബൗണ്ടറി കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഓപ്പണറിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. മറ്റ് ചില ഓപ്പണിംഗ് പേഴ്സണെ നോക്കുമ്പോൾ അവർ 3ഉം 2ഉം 3.5-നകത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഡബിളാണ്. മനസ്സിലായി? അതാണ് ഒന്നാമത്തെ ഡ്രോബാക്ക്. രണ്ടാമത്തെ, നമ്മൾ ഈ പല ആവർത്തി പറഞ്ഞാണ് കാർത്തിക് ശർമ്മയുടെ പ്രശ്നം. അത് പല ക്രൂസിഫിക്കേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം അത് ജസ്റ്റിഫൈ ചെയ്യുന്ന പെർഫോമൻസ് ഉണ്ടായപ്പം പല ആൾക്കാർ വന്ന് തിരുത്തി പറയുകയും ചെയ്തു. അതും തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, കാർത്തിക് ശർമ്മ ഈ കളി കളിക്കത്തില്ലെന്നോ ഒന്നുമല്ല. പക്ഷേ കളിച്ച കളികളിൽ അതല്ലായിരുന്നു കാർത്തിക് ശർമ്മ ചെയ്യേണ്ട ഇൻറ്റൻറ്റ് എന്നുള്ളതാണ് എൻ്റെ വാദം. ഓക്കെ, അത് 173 റൺ എടുത്തിട്ടുണ്ട്. പുള്ളി 140 ബോൾ കൺസ്യൂം ചെയ്തിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ആകൽപ്പാടെ 12 4ഉം 9 6ഉം. അതായത് ഈ 8 ഇന്നിങ്സിൽ നിന്ന് ആകെ അടിച്ചിരിക്കുന്ന 9 6 ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്നിട്ട് പോലും 123, ആവറേജ് എന്ന് പറയുന്നത് 28ആണ്. മനസ്സിലായി? അതും ഈ ബോൾസ് പെർ ബൗണ്ടറി നോക്കിക്കഴിഞ്ഞാൽ 6.6. അതായത് ഒരു ഓവറിൽ നിന്ന് കഴിഞ്ഞാൽ പുള്ളി കഷ്ടിച്ചൊരു ബൗണ്ടറി അടിക്കും എന്നുള്ള രീതിയിൽ ആ ഇൻറ്റൻറ്റ് കാണിക്കുന്നതാണ് ബോൾസ് പെർ ബൗണ്ടറി എന്നുള്ളൊരു പാരാമീറ്റർ. അതേകൂട്ട് തന്നെ ബ്രിവിസും പതിവിന് വിപരീതമായി ഈ സീസണിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് അധികം ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ബ്രിവിസ് 74 റൺ എടുത്തിരിക്കുന്ന 65 ബോളിൽ നിന്നാണ്. ആകെ 6 4ഉം 4 6ഉമേ അടിച്ചിട്ടുള്ളൂ. ആ 5 ഇന്നിങ്സിലൂടെ ബ്രിവിസ് ആകെ 4 6 അടിച്ചിട്ടുള്ളൂ. അതായത് ഒരു 6 വീതം ഒരു കളി അടിക്കുന്നില്ല എന്ന് സാരം. അവിടെ ബ്രിവിസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്നറിയാമോ? ബ്രോ വിശ്വസിക്കൊന്നും ഇല്ലെന്ന് അറിയത്തില്ല. 113 ഈ ടൂർണമെൻറ്റിൻ്റെ ബ്രിവിസിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ആവറേജ് എന്ന് പറയുന്നത് വെറും 14 മാത്രം. ബോൾസ് പെർ ബൗണ്ടറി ഇവരെ എല്ലാവരുടെ അടുത്ത് നിൽക്കുക, 6.5 നിൽക്കുകയാണ്. ഇങ്ങനല്ല ബ്രീവിസിൻ്റെ ഒരു സ്റ്റാറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഈ ടൂർണമെൻറ്റിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിത് നീ എന്ത് കള്ളവാ പറയുന്നതെന്ന് ഞാൻ ഇത് ചോദിക്കത്തുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് അവിടെ നടക്കുന്ന കാര്യം. ഇത് നമ്മളിത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാരുടെ സ്റ്റാറ്റ്സ് പറയുമ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ LSG ഒരു പേസ് ബോളിംഗ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ഷമി അടക്കമുള്ള അടിപൊളി പേസ് ബോളേഴ്സ് ഉള്ള ഒരു ടീമാണ്. വേറെ എന്തിനൊക്കെ കുറവുണ്ടെന്ന് LSGക്ക് വേണ്ടി നമ്മൾ പറഞ്ഞാൽ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, പ്രത്യേകിച്ചും പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കുറവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര അടിപൊളി പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. പോരാത്തതിന് ഇപ്പോൾ റീസെന്റ് ടൈംസിൽ അവരുടെ ഒരു ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ബാറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ജോഷ് ഇംഗ്ലീഷ് ഫോമിലേക്ക് വന്നു. അതുപോലെ മിച്ചൽ മാർഷ് ഓൾറെഡി ഒരു സെഞ്ചുറി ഒക്കെ അടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ ടോപ്പ് ഓർഡർ ഇത്ര സ്ട്രോങ് ആണ്. കുറച്ച് കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ചും കൂടി ഒരു ഹൈ സ്കോറിങ് LSGയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെന്നൈയുടെ ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് അതിനെ മറികടക്കാൻ ചെന്നൈക്ക് ഒരു ചെറിയ പ്രശ്നം നേരിടേണ്ടി വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുത്ത് കൊടുക്കാൻ ഓവർടേണില്ല. അതെ, ചെന്നൈയിൽ വന്ന് 200 അടിച്ചപ്പോൾ തിരിച്ച് 200 ചേസ് ചെയ്തു എന്നുള്ളത് ചെന്നൈയിലാണ്. GTയുടെ ഹോം ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിന് അസിസ്റ്റൻസ് കിട്ടുന്ന ഗ്രൗണ്ടാണ് ഏകന എന്ന് പറയുന്നത്. അവിടെ അത്ര ആകത്തില്ല കാര്യങ്ങൾ. ഇപ്പോൾ അവരുടെ ഫിനിഷറെ എടുത്ത് നോക്കിയാലും ദുബൈയുടെയും ബോൾസ് പെർ ബൗണ്ടറി എന്ന് പറയുന്നത് 5.1 ആണ്. പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് 144 ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഫിനിഷേഴ്സ് എല്ലാം സൂപ്പർ സ്ട്രൈക്കറിന് വേണ്ടി 200ഉം 210ഉം 220നും വേണ്ടി കോമ്പറ്റ് ചെയ്യുമ്പം ചെന്നൈയുടെ ഫിനിഷർ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും സ്ട്രൈക്ക് റേറ്റ് 144 നിൽക്കുന്നുള്ളൂ. ഈ 9 ഇന്നിങ്സിൽ നിന്ന് ആകെ പുള്ളി അടിച്ചിരിക്കുന്നത് 8 6 മാത്രമാണ്. മനസ്സിലായി? അപ്പോൾ ബോൾസ് പെർ ബൗണ്ടറി 5.1 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ലി ഇൻസിസ്റ്റ് ചെയ്യുന്നത് സർഫറാസ് ഖാൻ പുള്ളി മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ മെച്ചപ്പെട്ട. ഉർവിൽ പട്ടേലോളം മെച്ചപ്പെട്ട ഒരു ബോൾസ് പെർ ബൗണ്ടറി റേറ്റ് സർഫറാസ് ഖാനുണ്ട്. ഉർവിൽ പട്ടേലിൻ്റെ 3 താഴെയാണ് ബോൾസ് പെർ ബൗണ്ടറി, 2 പോയിന്റ് സംതിങ് കണ്ടേ ഉള്ളൂ. പക്ഷേ സർഫറാസ് ഖാൻ്റെ 3.2 ഉള്ളൂ. ഈ പറഞ്ഞ 4 പേരെക്കാട്ടിലും ഫാർ മോർ ബെറ്റർ ആണ്. അതാ പുള്ളി എന്തിനാണ് പുറത്തിരുത്തിയേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നമുക്കത് ഈ ചെന്നൈയുടെ ഒരു പ്ലേയിങ് ലെവൻ നമ്മൾ ഓർട്ടൺ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇടുന്നത് നമുക്കൊരു ജസ്റ്റ് ഫൈനലി നമുക്കത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അതിനു മുമ്പ് LSGയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ LSGക്ക് എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പോൾ ടോപ്പ് ഓർഡർ സെറ്റാണ്. നിക്കോളസ് പൂറൻ നമ്പർ 3 വരുന്നുണ്ട്. അപ്പോൾ മാർക്രം ഓപ്പൺ ചെയ്യണമെന്നുള്ളത് ഒരു പോയിന്റ്, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് മാർക്കം ഓപ്പൺ ചെയ്യണം. അതല്ലാതെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവരുടെ ഇപ്പോൾ കളിക്കുന്ന കോമ്പിനേഷൻ കളിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഇപ്പോൾ ബദോനി അല്ലെങ്കിൽ മുഗൽ ചൗധരി പോലുള്ള ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ സ്പിന്നേഴ്സിൽ ബോളേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ്?
LSCയും സ്ട്രഗ്ലിംഗ് ആണ്. LSCയും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഋഷഭ് പന്ത് എന്ന് പറഞ്ഞ ആൾ ഈ തവണ ആവറേജ് എന്ന് പറയുന്നത് 27 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് 124 സോറി അതെ 138 ഋഷഭ് പന്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ആകെപ്പാടെ ഇത്ര കളി കളിച്ചിട്ടുണ്ടെങ്കിലും 9 സിക്സേ പുള്ളിക്ക് ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒട്ടും വ്യത്യാസമല്ല അവരുടെ നിക്കോളാസ് പൂറനും. 16 പുള്ളിയുടെ ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 124. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിക്കോളാസ് പൂറൻ ഗ്ലോബലി ഇത്ര എല്ലാ T20 ലീഗ്സും കളിച്ച് നടക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് 16 ആവറേജിലാണ് കളിക്കുന്നത്. ഒട്ടും വ്യത്യാസമല്ല മാർക്കറും ഓപ്പണിങ്ങിൽ നിന്ന് മാറിയപ്പോൾ ഉള്ള സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളി 6 റൺ എടുത്തു 7 ബോളിൽ, ഒരു കളി 1 നോട്ട് ഔട്ട്, ഒരു കളി 31 റൺ എടുത്തു 25 ബോളിൽ നിന്ന്, ഒരു കളി 31 എടുത്തു 27 ബോളിൽ നിന്ന്. അതായത് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റിനെ ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതല്ല, ഇതിലും ഫാർ മോർ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും പുള്ളിയുടെ കറക്റ്റ് പൊസിഷനിൽ ഇറക്കി കഴിഞ്ഞാൽ. മാർക്കത്തിനടുത്ത് 9ാമത് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു കുഴപ്പമില്ല, 9ാമത് ഇറങ്ങിക്കോളാം എന്ന് പറയുന്ന അത്ര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം അതിനെ ആ റിസോഴ്സിനെ അവർ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതും കൂട്ടാണ് അവരുടെ പുതിയൊരു അഡീഷനായിട്ടുള്ള അഖാർ രഘുവംശി. 2 കളിയെ കളിച്ചിട്ടുള്ളെങ്കിലും പുള്ളിയുടെ ആവറേജ് 14.5, സ്ട്രൈക്ക് റേറ്റ് 116. മനസ്സിലായി, അവരും ഒട്ടും മോശമല്ല. അവരും കമ്പയർ ചെയ്യുമ്പം ചെന്നൈയെക്കാട്ടിലും മോശം അവസ്ഥയിൽ കിടക്കുകയാണ് ഇവിടുത്തെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഗ്രൗണ്ടിൽ അവരുടെ ബോളേഴ്സ് തീയാണ്. ഷമിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു തവണ ഷമിയൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇല്ല, കോഹ്ലിയുടെ കാര്യം പറഞ്ഞിട്ടാ അടുപ്പിച്ച് 2-3 കളിയൊന്നും ഷമിയെ സൈലൻ്റ് ആക്കി വെക്കാൻ പറ്റത്തില്ല. ഷമി സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിലും പ്രശ്നമാണ് അവരുടെ സ്പിന്നർ ദിഗ്വേഷ് റാട്ടി എന്ന് പറയുന്ന ആൾ 8 ഇന്നിങ്സിൽ നിന്നാകെ 5 വിക്കറ്റേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഇതേ സമയത്ത് 8 ഇന്നിങ്സിൽ നിന്ന് 14-15 വിക്കറ്റ് എടുത്ത് പർപ്പിൾ ക്യാപ്പിന് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ഒരു ഡൗൺഫോളും എടുത്ത് പറയേണ്ട കാര്യമാണ്. പുള്ളിക്ക് എക്കോണമി 10+ ആണ് ഈ ടൂർണമെൻറ്റിൽ. അതും അവരെ ബോളിങ്ങിൽ വറിയിങ് ചെയ്യിക്കുന്ന അപ്പൊ ഒരു ഫാക്ടറാണ്. മിക്കവാറും അപ്പൊ ദിഗ്വേഷിനെ മാറ്റി അവര് വേറെ സ്പിന്നറിനെ കളിപ്പിക്കുമായിരിക്കുമല്ലോ മിക്കവാറും. മണിമാരൻ സിദ്ധാർത്ഥ് ഉണ്ട്. 4 മണിമാരൻ ഇന്നിങ്സ് സിദ്ധാർത്ഥ് കളിച്ചു, 6 വിക്കറ്റ് എടുത്തു, 9 ഉള്ള എക്കോണമി, സ്ട്രൈക്ക് റേറ്റ് 15. ഈസിലി സ്വാപ്പാണ് അവർക്ക്. മണിമാരൻ സിദ്ധാർത്ഥ് ഇവിടെ കളിക്കത്തുള്ളൂ, കാരണം ഫിംഗർ സ്പിന്നറിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതുണ്ട്. സോ അതാണ് LSGയെ സംബന്ധിച്ച് അതായിരിക്കും ഒരു ചേഞ്ച് വരാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇത് ഈ ഒരു കാര്യം, അതായത് ചെന്നൈയുടെ ഒരു പ്ലേയിങ് ലോൺ ഡിസ്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇപ്പൊ നമ്മുടെ ഓർട്ടൺ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെന്നൈ അവരുടെ ഒരു പ്ലേയിങ് ലോൺ സെറ്റ് ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബ്രോ പറഞ്ഞ പോലെ തന്നെ സാക് ഫോക്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്വാപ്പാണ്. പക്ഷെ ഈ ഓർട്ടൺ കളിക്കുന്ന അല്ലെങ്കിൽ ഓർട്ടൺ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് സാക് ഫോക്സിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഒരു ഓപ്ഷൻ സ്പെൻസർ ജോൺസൺ ടീമിനുള്ളിലേക്ക് വരുവാണെന്നുള്ളതാണ്. അപ്പോൾ ബാറ്റിങ്ങിൽ ഒരു വീക്ക്നെസ് വരും. അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരുപക്ഷെ നമ്മുടെ സർഫറാസ് ഖാൻ കാർത്തിക് ശർമ്മയ്ക്ക് പകരം വരുമോ? ഇതൊക്കെയാണ് ഉള്ള ചോദ്യം. എങ്ങനെയായിരിക്കും ചെന്നൈ ഇത് സെറ്റ് ചെയ്ത് 3 പേസേഴ്സ് ഇല്ലാതെ അവിടെ ലക്നൌവിന്റെ ഏക്കനയിൽ വലിയ കാര്യമില്ല. ഓക്കെ, ദൂബെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ദൂബെ ഒരു ഹിറ്റ് ഡക്ക് കൈൻഡ് ഓഫ് ഒരു 135 അല്ലെങ്കിൽ 140 ബോളർ അല്ല. മനസ്സിലായി, അപ്പോൾ ദൂബെ അല്ല അവിടെ വേണ്ടത്. അപ്പം അങ്ങനെ ഒരു ടൈപ്പിലാണ് ഞാൻ ഈ പറയുന്ന ഹൈലി ചാൻസ് ഉണ്ട് സ്പെൻസർ ജോൺസൺ ചിപ്പിനാകാൻ. പകരം ഒരു ബാറ്റ്സ്മാനെ കൊണ്ട് ടോപ്പ് ഓർഡറിൽ ചേഞ്ചസ് വരാനും സാധ്യത കൂടുതലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആശ്വാസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഏക്കനയിൽ നല്ല റെക്കോർഡാണ്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഒരു കളി LSCക്കെതിരെ കളിച്ചിട്ടുള്ളൂ, 71 റൺ സ്കോർ ചെയ്തു, 230 സ്ട്രൈക്ക് റേറ്റിൽ. അപ്പം അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ചെന്നൈയെ സംബന്ധിച്ച്. പക്ഷെ അവരുടെ പ്ലേയിങ് 11 ഇത്തവണ ടോട്ടലി കൺഫ്യൂസിങ് ആയിരിക്കും. ഈസിലി ഒരു സ്വാപ്പ് നടത്തുമോ അതോ ടോട്ടൽ അഴിച്ചുപണി നടത്തുമോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സ്പെൻസർ ജോൺസൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിങ്ങിലും കുറച്ച് അഴിച്ചുപണി വേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ നമ്മുടെ സർഫറാസ് ഖാൻ ടീമിനുള്ളിലേക്ക് വരേണ്ട ആവശ്യം വരും. കാരണം ബാറ്റിംഗ് കുറച്ചൊന്ന് വീക്ക് ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ പ്രശാന്ത് വീർ ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം. ധോണി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഫിനിഷർ ഒരു പ്ലെയർ വരും, അവർക്ക് ആ ബാറ്റിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ലാവും. അപ്പോൾ ബാറ്റിംഗ് ഒന്ന് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആവും. അത് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നടക്കാൻ സാധ്യത ഉണ്ടോ? ഒരൊറ്റൊരാളുടെ അഡീഷനും കൊണ്ട് ഇത് മൊത്തം തിരിയാം. പക്ഷേ ആ ആള് ആഡ് ആകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആൾ ആഡ് ആകാനായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ചെന്നൈ ഫാൻസിൻ്റെ മുന്നിൽ അയാൾ ധോണി കളിച്ചേനേയും. പക്ഷേ ലക്നൌവിൽ ചെന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഈ ഓർട്ടൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധിയിലാണ് പല നായകന്മാരും അതെ, മുന്നോട്ട് ആ വരേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ നായകൻ മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെ ധോണി വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഫിനിഷിങ്ങിൽ കുറച്ചും കൂടി സ്ട്രെങ്ത്, ഈ ഓർട്ടന്റെ കുറവ് അവിടെ നികത്താൻ പറ്റും. നികത്താം. ചെന്നൈക്ക് ഈ ഒരു സ്പെൻസർ ജോൺസനെ കളിപ്പിക്കാൻ പറ്റും. സർഫറാസ് ഖാൻ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീം വീണ്ടും സെറ്റായിട്ട് മാറും. അപ്പോൾ അത് ധോണി വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം.
അപ്പോൾ എന്തായാലും ചെന്നൈയെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച്. എങ്ങനെയായിരിക്കും ഈ ചെന്നൈ ഈ ഒരു പ്ലേയിങ് 11 സെറ്റ് ചെയ്യുന്നുള്ളത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഒരു പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്ലേയിങ് 11 ആയിട്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നമുക്ക് ഒരു ഡിസ്കഷൻ പോയിന്റ് ആവും അവിടെ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് ഈ മാച്ചിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ അരുൺ ബ്രോ ആയിട്ട് നമ്മൾ ഒത്തുകൂടുന്നവരെ ബൈ.